അറസ്റ്റ് നടക്കുമോ സാർ? Can we expect any arrest today, sir? ഇത്രയും നാൾ ക്ഷമിച്ചില്ലേ? ഇനി ഒരു മണിക്കൂർ കൂടെ പ്ലീസ്. Your Honor, respected Home Minister, ladies and gentlemen, CM മാധവൻ മരിക്കാനിടയായ സ്ഫോടന കേസിന്റെ അന്വേഷണം അതിന്റെ പരിസമാപ്തിയിൽ എത്തി നിൽക്കുകയാണ്. SIT ഇതുവരെ അന്വേഷണം നടത്തിയിട്ടുള്ള കേസുകളിൽ ഇത്രയും തീവ്രമായ അഗ്നിപരീക്ഷണം നേരിടേണ്ടി വന്ന ഒരു കേസ് ഉണ്ടായിട്ടില്ല. അനവധി പേരെ ചോദ്യം ചെയ്തു, നൂറുകണക്കിന് രേഖകൾ പരിശോധിച്ചു. അങ്ങനെ ഒരുപാട് കൂട്ടലും കിഴിക്കലും ഹരിക്കലും ഒക്കെ നടത്തി ഞങ്ങൾ അതിന്റെ ക്ലൈമാക്സിൽ എത്തിയിരിക്കുകയാണ്. ഇത് മുഴുവൻ കേട്ട് കഴിയുമ്പോൾ ഒരുപക്ഷെ നിങ്ങളിൽ ചിലർക്കെങ്കിലും തോന്നിയേക്കാം ഇങ്ങനെയൊക്കെ സംഭവിക്കുമോ എന്ന്. കേട്ടത് മുഴുവൻ ഒരു കടങ്കഥയാണോ? ബട്ട് സംടൈംസ് ട്രൂത്ത് ഈസ് സ്ട്രേഞ്ചർ ദാൻ ഫിക്ഷൻ. ചിലപ്പോ കെട്ടുകഥയേക്കാൾ അസാധാരണമായിരിക്കും യാഥാർത്ഥ്യം. ഈ കേസിന്റെ സുപ്രധാന കണ്ണിയായ കില്ലർ ബോസ് കൊല്ലപ്പെട്ടതോടുകൂടി അന്വേഷണം തന്നെ ഉപേക്ഷിക്കേണ്ടി വരുമോ എന്ന ഘട്ടം എത്തിയപ്പോഴാണ് തീരെ നനച്ചിരിക്കാതെ ഒരു ടേണിംഗ് പോയിന്റ് ഈ കേസിനുണ്ടാവുന്നത്. നമ്മുടെ രാജ്യത്ത് പല സംസ്ഥാനങ്ങളിലും ഇതിനു മുമ്പ് നടന്ന സ്ഫോടനങ്ങളിൽ പല പ്രമുഖ നേതാക്കളും മരണമടഞ്ഞിട്ടുണ്ട്. അവരോടൊപ്പം തീരെ പ്രാധാന്യം കുറഞ്ഞ ചിലരും മരണപ്പെട്ടിട്ടുണ്ട്. പ്രമുഖനായ നേതാവ് വധിക്കപ്പെടുമ്പോൾ എല്ലാവരുടെയും ശ്രദ്ധ, ഫോക്കസ്, അറ്റൻഷൻ ആ നേതാവിനെ ചുറ്റിപ്പറ്റിയായിരിക്കും. സ്വാഭാവികമായും കൂടെ മരണമടഞ്ഞവരെ ഇഗ്നോർ ചെയ്യായിരിക്കും പതിവ്. അങ്ങനെ ഒരു സാഹചര്യത്തിൽ നേതാവിനോടൊപ്പം ഉണ്ടായിരുന്ന ഒരാളാണ് ഘാതകന്റെ ലക്ഷ്യമെങ്കിൽ എന്ത് സംഭവിക്കുമോ അത് തന്നെയാണ് ഇവിടെയും സംഭവിച്ചിരിക്കുന്നത്. ശത്രുവിന്റെ ലക്ഷ്യം മാധവനായിരുന്നില്ല, ഒപ്പം മരണമടഞ്ഞ മറ്റൊരാളായിരുന്നു. യെസ്, ഏത് ക്രൈം നടന്നാലും എത്ര ഫുൾ പ്രൂഫായി ആസൂത്രണം ചെയ്താലും അത് ചെയ്തവർ തന്നെ ഒരു അടയാളം, ഒരു കാൽപ്പാട് ശ്രദ്ധിക്കാതെ വിട്ടുപോകും. അത് അവർക്ക് തന്നെ പിന്നീട് വിനയായി തീരുകയും ചെയ്യും. അതൊരു അജ്ഞാത രഹസ്യമാണ്, ഒരുപക്ഷെ അദ്ദേഹത്തിന് മാത്രം അറിയാവുന്ന രഹസ്യം. അങ്ങനെ ഒരു അടയാളം, ഒരു തെളിവ് ഈ കേസിലും തേച്ചു മായ്ക്കപ്പെടാതെ കിടപ്പുണ്ട്. അതാണ് PRDയിൽ നിന്ന് കിട്ടിയിട്ടുള്ള ഈ ഫോട്ടോഗ്രാഫ്സ്. മാധവൻ മരിക്കുന്നതിന് 2 ദിവസം മുമ്പ് മറ്റൊരു ഇലക്ഷൻ മീറ്റിംഗിൽ പങ്കെടുത്തപ്പെടുന്നത്. ഞാൻ സാറിനെ കണ്ടപ്പോൾ ഒരു റിഹേഴ്സലിനെ കുറിച്ച്, ഒരു ഡ്രൈ റണ്ണിനെ കുറിച്ച് സംശയം പ്രകടിപ്പിച്ചിരുന്നു. പക്ഷെ അന്ന് നടന്നത് ഡ്രൈ റണ്ണോ റിഹേഴ്സലോ ആയിരുന്നില്ല, മറിച്ച് അറ്റംപ്റ്റ് തന്നെയായിരുന്നു. സ്ഫോടന ദിവസം ഒരു വാണിംഗ് സാറിന് വന്നതായിട്ട് പറഞ്ഞിരുന്നല്ലോ, അതുപോലൊരു വാണിംഗ് അതിന് മുമ്പ് എപ്പോഴെങ്കിലും വന്നിരുന്നു? ഒരിക്കലും വന്നിട്ടില്ല. ഐ എം ഷുവർ. ഒന്ന് കൺഫേം ചെയ്യാൻ വേണ്ടി ചോദിച്ചെന്നേ ഉള്ളൂ. അന്നത്തെ അറ്റംപ്റ്റ് നടക്കാതെ പോയത് അവർ പ്രതീക്ഷിച്ചിരുന്ന ഒരാൾ ആ മീറ്റിംഗിൽ പങ്കെടുത്തിരുന്നില്ല എന്നതുകൊണ്ട് മാത്രമായിരുന്നു. സ്ഫോടനം നടന്ന വേദിയിൽ മാധവനോടൊപ്പം ഉണ്ടായിരുന്ന എല്ലാവരും 2 ദിവസം മുമ്പ് നടന്ന മീറ്റിംഗിൽ ഉണ്ടായിരുന്നു, ഒരാൾ ഒഴിച്ച്. And that was DYSP ജോൺ. അതിന്റെ തുടർച്ചയായി ഞാൻ ജോണിന്റെ വിധവയെ കാണാൻ ചെന്നു. എന്നെ ഓർക്കുന്നുണ്ടാവും, പൊതുവാൾ ഹെഡ്ക്വാർട്ടേഴ്സ് വെച്ച് പരിചയപ്പെടുത്തിയിരുന്നു. മനസ്സിലായി, ഇരിക്കൂ. ജോണിനെ കുറിച്ച് 1-2 ചോദ്യങ്ങൾ ചോദിക്കാനുണ്ടായിരുന്നു. ബുദ്ധിമുട്ടാവോ? ഇല്ല. സ്ഫോടനത്തിൽ മിസ്റ്റർ മാധവനോടൊപ്പം ഉണ്ടായിരുന്നത് കൊണ്ടാണ് മിസ്റ്റർ ജോൺ മരിക്കാനിടയായത്. ദാറ്റ്സ് എ ഫാക്ട്. പക്ഷേ ആ മരണത്തെക്കുറിച്ച് ചില സംശയങ്ങൾ എനിക്കുണ്ട്. പൊതുവേ പോലീസ് എന്ന് പറഞ്ഞാലേ ശത്രുക്കൾക്ക് പഞ്ഞുണ്ടാവില്ല. പ്രത്യേകിച്ചും ജോണിനെ പോലെ ഒരാൾക്ക് അത് കുറെ കൂടും. അങ്ങനെ വല്ല ശത്രുക്കളും ഉള്ളതായിട്ട് ജോൺ എപ്പോഴെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? ഐ മീൻ, നിങ്ങൾ തമ്മിലുള്ള സംഭാഷണത്തിനിടയ്ക്കോ മറ്റോ? ഇറ്റ് ഈസ് വെരി ഇമ്പോർട്ടന്റ്. അതാണ് വീണ്ടും ചോദിക്കുന്നത്. എന്തെങ്കിലും ഒരു സൂചന? ശത്രുക്കൾ ഉള്ളതായി ജോണിച്ചൻ ഒരിക്കലും എന്നോട് പറഞ്ഞിട്ടില്ല. പിന്നെ മരിക്കുന്നതിന് കുറച്ചുനാൾ മുൻപ് ജോണിച്ചൻ എന്തോ വല്ലാതെ അസ്വസ്ഥനാണെന്ന് എനിക്ക് തോന്നിയിരുന്നു. എന്നു മുതൽ? എന്താ അതിന് കാരണം? തൃശ്ശൂരിനടുത്ത് വെടിമരുന്ന് വിൽക്കുന്ന കടയ്ക്ക് തീ പിടിച്ച് പൊട്ടിത്തെറിയിൽ പലരും മരിച്ചില്ലേ? അതിന്റെ അന്വേഷണ ചുമതല ജോണിച്ചനായിരുന്നു. അതിനുശേഷമാ. ജോണിന്റെ ശത്രു ആരാണ്? അയാളെ എന്തിനു വധിക്കണം? ഉത്തരം പോലീസിലുള്ളവർക്കും തരാൻ കഴിഞ്ഞില്ല, ജോണിന്റെ വിധവയ്ക്കും പറയാൻ കഴിഞ്ഞില്ല. തുടർന്ന് ജോൺ ആ സമയം അന്വേഷിച്ചുകൊണ്ടിരുന്ന തൃശൂർ വെടിമരുന്ന് സ്ഫോടന കേസിൽ ജോൺ പോയ വഴിയെ കുറെ ദൂരം ഞാനും സഞ്ചരിച്ചു, കുറെ ഹോംവർക്കുകൾ നടത്തി. അപ്പോഴാണ് അവിടെ നടന്ന പൊട്ടിത്തെറിയേക്കാൾ എത്രയോ ഇരട്ടി പൊട്ടിത്തെറിക്ക് സാധ്യതയുള്ള കഥ ജോണിന് അറിയാമായിരുന്നു എന്ന് മനസ്സിലായത്. ജോൺ തന്റെ മനസ്സിലുള്ള കഥ പുറത്തു പറഞ്ഞാൽ പല മാന്യന്മാരുടെയും തലകൾ ഉരുളും, പലരുടെയും നിലനിൽപ്പ് തന്നെ ചോദ്യചിഹ്നമാകും. ആ വിവരമറിഞ്ഞ് അവരിൽ ഒരാൾ നടത്തിയ ഗൂഢാലോചനയുടെ പരിണത ഫലമാണ് അന്ന് അവിടെ നടന്ന ക്രൂരവും പൈശാചികവുമായ കൂട്ടക്കൊലപാതകം. അവന്റെ ലക്ഷ്യം ജോൺ ആയിരുന്നെങ്കിൽ
മാധവന്റെ മരണം ബോണസായിരുന്നു. അതിന് 2 കാരണങ്ങളുണ്ടായിരുന്നു. ഒന്ന്, മാധവന്റെ മരണം ശക്തമായ ഒരു പുകമറയാണെങ്കിൽ, മറ്റൊന്ന്, ആ കഥ മാധവൻ അറിയാനിടയായാൽ അവനൊരു ജീവിതം പിന്നെ ഉണ്ടാവില്ല. എല്ലാ കണ്ണുകളും മാധവന്റെ ശത്രുക്കളെ തേടി നടന്നപ്പോൾ അവൻ മാത്രം സ്വസ്ഥനായി കഴിയുകയായിരുന്നു, ഒരിക്കലും പിടിക്കപ്പെടില്ലെന്നുള്ള ധാരണയോടെ. അവൻ തന്ത്രപൂർവ്വം നടത്തിയ നാടകത്തിന്റെ സൃഷ്ടിയായ കില്ലർ വുമൺ പുരുഷനാണെന്ന് അറിയുന്നത് വരെ, പുരുഷനാണെന്ന് അറിഞ്ഞ നിമിഷം അവനെയും വകവരുത്തി. തുടർന്ന് ജോണാണ് അവന്റെ ലക്ഷ്യമെന്ന് ഞാൻ മനസ്സിലാക്കിയെന്നറിഞ്ഞപ്പോൾ എന്റെ നേരെയും വധശ്രമം ഉണ്ടായി. ദൈവം പോലെ ഞാൻ കരുതുന്ന എന്റെ അച്ഛന്റെ അനുഗ്രഹം കൊണ്ട് നൂലിട വ്യത്യാസത്തിൽ ഞാൻ രക്ഷപ്പെട്ടു. കൂട്ടക്കൊലപാതകം നടത്തിയ ആ ദ്രോഹി ആരാണ്? വെറുതെ ടെൻഷൻ കൂട്ടാവുന്ന പറയൂ സാർ, ആരാണ് അയാൾ? Bring him. ആരാണ് നിന്റെ യജമാനൻ? ഒന്നും ബാക്കി വെക്കാതെ മുഴുവൻ ഛർദ്ദിച്ചു കഴിഞ്ഞു തോമാച്ച. താൻ മനഃപാഠമായി കൊടുത്ത മന്ത്രങ്ങളെല്ലാം പൊട്ടിപ്പൊളിഞ്ഞു. പിടിക്കപ്പെട്ടാൽ ബോസിന്റെ സുഹൃത്താണെന്ന് പറയാൻ പറഞ്ഞിരുന്നില്ലേ? അതൊന്നും വിറ്റില്ല. ചോദിക്കേണ്ടതുപോലെ ചോദിച്ചപ്പോ തത്ത പറയുന്ന പോലെ അവനെല്ലാം പറഞ്ഞു കഴിഞ്ഞു. ഇനി പറ, DYSP ജോണിന് പറയാനുള്ള കഥ എന്തായിരുന്നു? പറയാൻ തന്റെ നാവ് പൊന്തുന്നില്ലെങ്കിൽ ആ കർമ്മവും ഞാൻ തന്നെ നിർവഹിക്കാം. എന്താ? ഒരല്പം കാലപ്പഴക്കമുണ്ട് ഈ കഥയ്ക്ക്. തോമാച്ചന്റെ അച്ഛനപ്പന്മാരായി തുടങ്ങി വെച്ച മാച്ച് ഫാക്ടറി, അതിനോടൊപ്പം ഉണ്ടായിരുന്ന എക്സ്പ്ലോസീവ് ഡീലിംഗ് ലൈസൻസ്, പാറ പൊട്ടിക്കാനും തീപ്പെട്ടി മരുന്നുണ്ടാക്കാനും കമ്പിത്തിരി മത്താപ്പുണ്ടാക്കാനും മാത്രമല്ല എക്സ്പ്ലോസീവ് ഉപയോഗിക്കുന്നതെന്ന് ഇയാൾക്ക് നന്നായിട്ടറിയാം. തന്റെ ലൈസൻസ് ദുർവിനിയോഗം ചെയ്ത് വെടിമരുന്ന് വ്യാപാരത്തിലൂടെ ലക്ഷങ്ങൾ സമ്പാദിച്ചു കൂട്ടി. പുരോഗമിക്കും തോറും ക്ലോറേറ്റിനും ഗന്ധകത്തിനും പുറമെ ജിലാറ്റിൻ സ്റ്റിക്കും RDXും ടൺ കണക്കിന് തോമാച്ചന്റെ കൈകളിലൂടെ മറിഞ്ഞു. അങ്ങനെ ആരും ശ്രദ്ധിക്കാത്ത ബിസിനസ്സായി എക്സ്പ്ലോസീവ് ബിസിനസ്. കൂട്ടത്തിൽ രാഷ്ട്രീയ കുപ്പായം കൂടെ ആയപ്പോ എല്ലാം സേഫ്. ഇടയ്ക്ക് അസംബ്ലിയിൽ ഒരു ആരോപണം ഉണ്ടായപ്പോ രാജിവെച്ച് പൂഴിമറ്റം പുണ്യവാളനായി. തുടർന്നുണ്ടായ അന്വേഷണ സംഘത്തെ മദ്യവും മദിരാക്ഷിയും പണവും ആവശ്യം പോലെ ഒഴുക്കി മയക്കി റിപ്പോർട്ട് അനുകൂലമാക്കിയെടുത്തു. അതോടെ എല്ലാം ഭദ്രം. ക്രിസൽ റേറ്റിംഗിൽ AAA സേഫ്റ്റിയിൽ വിലസുമ്പോഴാണ് തോമാച്ചന്റെ കാലൻ ഷോർട്ട് സർക്യൂട്ട് രൂപത്തിൽ തൃശൂർ വെടിമരുന്ന് ശാലയിൽ പ്രത്യക്ഷപ്പെട്ടത്. ആ അന്വേഷണം ഏറ്റെടുത്ത ജോൺ ഏതാനും കിലോയ്ക്കുള്ള ലൈസൻസിനുമേൽ ടൺ കണക്കിന് വെടിമരുന്ന് വ്യാപാരം നടന്നിരുന്നു എന്ന് മനസ്സിലാക്കിയപ്പോ അന്തം വിട്ടുപോയി. തുടർന്ന് നടന്ന അന്വേഷണത്തിൽ വെടിമരുന്നിന്റെ ഉത്ഭവം അല്ലെങ്കിൽ സപ്ലൈ സോഴ്സ് തോമാച്ചനാണെന്ന് മനസ്സിലാക്കി. അത് മാത്രമല്ല, ഇവിടെ മലപ്പുറത്തും കണ്ണൂരും തൃശൂർ ട്രെയിനിലും തമിഴ്നാട്ടിൽ പലയിടങ്ങളിലും നടന്ന സ്ഫോടനങ്ങളുടെ ഒക്കെ എക്സ്പ്ലോസീവ് സപ്ലൈ ചെയ്തത് തോമസ് ആണെന്ന് കൂടി അറിഞ്ഞപ്പോ ആ ചെറുപ്പക്കാരൻ DYSP അസ്വസ്ഥനായതിൽ ഒട്ടും അതിശയോക്തിയില്ല. ഒരു 100 പ്രാവശ്യം കഴിവേറ്റാൻ വിധിച്ചാലും തീരാത്തത്ര പാതകങ്ങൾക്ക് ഉത്തരവാദിയായി കഴിഞ്ഞിരുന്നു തോമാച്ചൻ ആ സമയം. സ്റ്റേറ്റിലുടനീളം P&L നെറ്റ്വർക്കുള്ള തോമാച്ചന് ജോണിന്റെ നീക്കങ്ങൾ മനസ്സിലാക്കാൻ അധികം താമസമുണ്ടായില്ല. അതിനെ തുടർന്നുണ്ടായ തന്ത്രപൂർവമായ ഗൂഢാലോചനയുടെ ഫലമാണ് അന്ന് നടന്ന സ്ഫോടനവും കൂട്ടക്കൊലപാതകങ്ങളും. അതിനുശേഷമുള്ളത് ഓൾറെഡി ഞാൻ എക്സ്പ്ലെയിൻ ചെയ്ത് കഴിഞ്ഞു. പക്ഷേ കഥ ഇവിടെ അവസാനിക്കുന്നില്ല. ഞാൻ തുടക്കത്തിൽ പറഞ്ഞ സംടൈംസ് ട്രൂത്ത് ഈസ് സ്ട്രേഞ്ചർ ദാൻ ഫിക്ഷൻ എന്ന സ്റ്റേറ്റ്മെന്റ് പൂർണ്ണമാവണമെങ്കിൽ അതിനൊരു അനുബന്ധം കൂടെയുണ്ട്. അതുകൂടെ കേൾക്കണം. ഹീനവും പൈശാചികവുമായ ഒരു കൂട്ടക്കളിയാണെന്ന് നടന്നതെങ്കിൽ അതിന്റെ പിന്നിൽ അതിലും ക്രൂരമായ ഒരു ബുദ്ധി കൂടെ ഉണ്ടായിരിക്കണം. അതൊന്നും ഇയാളുടെ തലയിൽ ഉരുത്തിരിയാൻ വഴിയില്ല. മറ്റൊരാളുടെ സഹായം കൂടെ ഇയാൾക്കുണ്ടായിരുന്നു. അയാളാണ് ഈ കേസിന്റെ മർമ്മം, ആണി. പറയണം മിസ്റ്റർ തോമസ്, ആരാണ് അയാൾ? അങ്ങനെ ഒരാളില്ല. അങ്ങനെ ഒരു നുണ കൊണ്ടൊന്നും തോമസിനെ അയാളെ രക്ഷിക്കാൻ കഴിയില്ല. ഇനി അയാൾ വിചാരിച്ചാൽ തന്നെയും രക്ഷിക്കാൻ കഴിയില്ല. പറയണം, ആരാണ് അയാൾ? അയാൾ ഈ കൂട്ടത്തിൽ തന്നെ ഉണ്ട്, ഈ കൈയെത്തുന്ന ദൂരത്ത് തന്നെ. എന്താ കൂട്ടാളിയുടെ പേര് പറയാൻ നാവ് പൊന്തുന്നില്ലേ? Don't try to hide. You have no other go. അയാളെ കാട്ടി തന്നേ മതിയാവും. Come on. എന്നെ കൊണ്ടാവില്ല സർ. ആ പേര് പറഞ്ഞാൽ വിശ്വസിക്കാൻ ആരും ഒന്ന് പ്രയാസപ്പെടും. അത്രയ്ക്ക് ബഹുമാന്യനാണ്, ആദരണീയനാണ്, നീതിമാനാണ്, സത്യസന്ധനാണ്. In spite of all that,
He is the worst criminal I have ever come across in my whole career. And that is you, Mr. Hari Prasad, Director General of Police. Shut you! What nonsense are you talking? നിങ്ങൾക്ക് ഭ്രാന്താണ്. ഭ്രാന്താർക്കാണെന്നൊക്കെ താമസിയാതെ മനസ്സിലാവും. But before that you have to answer my question. സ്ഫോടനത്തിന് മുമ്പ് വാണിംഗ് കോൾ വന്നു എന്ന് പറഞ്ഞതും ജോണിനെ അലർട്ടാക്കിയതുമൊക്കെ നിങ്ങൾ മെനഞ്ഞെടുത്ത തന്ത്രത്തിന്റെ ഭാഗമായിരുന്നില്ലേ? എന്തിന്? ജോണിനെ മാധവനോടൊപ്പം വേദിയിൽ നിർത്താൻ. നിങ്ങളുടെ സമനിലയാകെ തെറ്റിയിരിക്കുകയാണ്. അന്ന് വന്ന ആ ടെലിഫോൺ വാണിംഗും ജോണിനെ അലർട്ടാക്കിയതും പരമാർത്ഥമാണ്, പച്ച പരമാർത്ഥം. മറിച്ച് തെളിയിക്കാമെങ്കിൽ തെളിയിക്കണം മിസ്റ്റർ. അല്ലാതെ അർത്ഥമില്ലാത്ത ചോദ്യങ്ങൾ ചോദിച്ച് മനുഷ്യനെ വിഡ്ഢിയാക്കരുത്. അതിനു മുമ്പ് എപ്പോഴെങ്കിലും അതുപോലൊരു വാണിംഗ് കോൾ വന്നിരുന്നുവോ? ഈ ചോദ്യമല്ലേ ആദ്യം ചോദിച്ചത്? അതിനുള്ള ഉത്തരം പറഞ്ഞു കഴിഞ്ഞു. പറഞ്ഞു കഴിഞ്ഞു. അതിനു മുമ്പ് ഒരിക്കലും അങ്ങനെ ഒരു വാണിംഗ് കോൾ വന്നിട്ടില്ല എന്ന്. അതെ. ഇതുപോലൊരു ഉത്തരം നിങ്ങളുടെ വായിൽ നിന്ന് തന്നെ എനിക്ക് കിട്ടണം. അതുകൊണ്ടാണ് തുടക്കത്തിലെ വെറുതെ ഒരു ചോദ്യം ചോദിച്ചു വിട്ടത്. ഫോർ വാട്ട് പർപ്പസ്? പറയാം. ഇത് മരിച്ചുപോയ ജോണിന്റെ പേഴ്സണൽ ഡയറിയാണ്. പോലീസിലുള്ള ഒരു സുഹൃത്ത് വഴി ഞാൻ സമ്പാദിച്ചത്. സ്ഫോടനം നടന്നത് 16/9/97. അതിന് 2 ദിവസം മുമ്പ് എന്ന് പറഞ്ഞാൽ 14/9/97. ഡയറിയിൽ ആ ദിവസം ജോൺ ചില കുറിപ്പുകൾ സ്വന്തം കൈപ്പടയിൽ എഴുതിയിട്ടുണ്ട്. സാർ അതൊന്ന് വായിക്കണം. ഹരിപ്രസാദ് സാറിന്റെ നിർദ്ദേശമനുസരിച്ച് ഉച്ചയ്ക്ക് ശേഷം CMന്റെ ഇലക്ഷൻ മീറ്റിംഗിന് സ്പെഷ്യൽ ഡ്യൂട്ടിക്ക് പോയി. പാറേക്കാട് ഹൈസ്കൂൾ ഗ്രൗണ്ടിൽ CMന്റെ ജീവന് നേരെ ഏതോ വാർണിംഗ് കോൾ ലഭിച്ചുവെന്ന് ഹരിസാർ വല്ലാതെ പരിഭ്രമിച്ചതുപോലെ തോന്നി. മീറ്റിംഗ് തുടങ്ങുന്നതിന് മുമ്പ് അപ്പച്ചനെ സുഖമില്ലാതെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തിരിക്കുകയാണെന്ന് മെസ്സേജ് വന്നു. ഡ്യൂട്ടി CI ശ്രീനിവാസിനെ ഏൽപ്പിച്ച് ഞാൻ നേരെ ചെങ്ങന്നൂർക്ക് പോയി. ഞാൻ പറഞ്ഞതല്ലേ സാർ ഇപ്പോൾ വായിച്ചത്? അന്ന് അറ്റംപ്റ്റ് നടക്കാതെ പോയത് DYSP ജോൺ ഹോസ്പിറ്റലിലേക്ക് പോയതുകൊണ്ടാണ്. അപ്പോ അതിനു മുമ്പ് ഒരു വാർണിംഗ് കോൾ വന്നിട്ടില്ല എന്ന് നിങ്ങൾ പറഞ്ഞത് കള്ളമല്ലേ? അത് സോറി, അത് ഞാൻ മറന്നുപോയത്. നൗ ഐ റിമെമ്പർ. അതിനു മുമ്പും വാണിംഗ് വന്നിരുന്നു. വലിയ വലിയ സാറന്മാരാകുമ്പോ മറവിയൊക്കെ സ്വാഭാവികം. ഇങ്ങനെ ഒരു ഡിഫൻസ് താങ്കൾ എടുക്കുമെന്ന് എനിക്ക് നേരത്തെ അറിയാമായിരുന്നു. പക്ഷേ ഇതുകൊണ്ടൊന്നും സത്യം അസത്യമാകാൻ പോകുന്നില്ല മിസ്റ്റർ പ്രസാദ്. 303186 നിങ്ങളുടെ പേഴ്സണൽ ടെലിഫോൺ നമ്പർ അല്ലേ? അതെ. അതെങ്ങനെ മരിച്ചുപോയ കില്ലർ ബോസിന്റെ ഡെഡ് ബോഡിയിൽ വന്നു? എന്റെ ഫോൺ നമ്പർ അയാൾക്ക് അറിയാവുന്നതുകൊണ്ടല്ലേ അയാൾ എന്നെ ഫോൺ വിളിച്ച് വാൺ ചെയ്തത്. സോറി മിസ്റ്റർ ഹരിപ്രസാദ്, 8 മാസം മുമ്പാണ് കില്ലർ ബോസ് നിങ്ങളെ വാൺ ചെയ്തത്. ഈ നമ്പറിലുള്ള ഫോൺ 303186 നിങ്ങൾക്ക് ടെലിഫോൺ അലോട്ട് ചെയ്തിട്ട് 3 മാസം കഴിഞ്ഞേ ഉള്ളൂ. സോ യു വാണ്ട് ടു സീ ദി DOT റെക്കോർഡ്സ്? അതും പോട്ടെ, അയാൾ എങ്ങനെയോ തപ്പിയെടുത്തു എന്ന് നമുക്ക് സമാധാനിക്കാം. പക്ഷേ ഇതാരുടേതാണെന്ന് മനസ്സിലായോ? ഇതെന്റെ പേഴ്സണൽ ഡയറക്ടറി ആണല്ലോ. ഇത് എവിടെ നിന്ന് കിട്ടി? എവിടെ നിന്ന് കിട്ടിയെന്നൊക്കെ പിന്നീട് പറയാം. ഇതിലൊരു ബോസിന്റെ നമ്പർ വെട്ടിയിട്ടുണ്ട്. വീണ്ടും അതിന് താഴെ അയാളുടെ പുതിയ നമ്പർ എഴുതിയിട്ടുണ്ട്. 080 ബാംഗ്ലൂരിലെ കോഡ് നമ്പറാണ്. ആരാണ് ബാംഗ്ലൂരിലെ ഈ ബോസ്? കാസിനോ, ഫ്രണ്ടോ, റിലേറ്റീവ്? ആരാണ്? ഇത് മറ്റാരുടെ അല്ല, കില്ലർ ബോസിന്റെയാണ്. ഈ നമ്പറിനെ കുറിച്ച് ബാംഗ്ലൂരിൽ അന്വേഷിച്ചപ്പോ ഈ ഫോൺ ഇപ്പോൾ നിലവിലില്ല, കട്ട് ചെയ്തിരിക്കുകയാണെന്നാണ് അറിയാൻ കഴിഞ്ഞത്. തുടർന്ന് ബോസിന്റെ ഫോട്ടോഗ്രാഫ്സ് അവിടുത്തെ പോലീസിന് അയച്ചു കൊടുത്തു. അതിനവർ തന്ന മറുപടിയാണ് ഈ ഫയലിൽ. ഈ ടെലിഫോൺ നമ്പറിലുള്ള അഡ്രസ്സിൽ ഇപ്പോൾ ആൾ താമസമില്ല. പക്ഷേ ഫോട്ടോയിൽ കാണുന്ന ചെറുപ്പക്കാരൻ അവിടെ കുറെ കാലം താമസിച്ചിരുന്നതായി അയൽവാസികൾ നന്നായി ഓർക്കുന്നു. ഇനി പറയൂ, കേരളത്തിലെ ഉയർന്ന സത്യസന്ധനായ പോലീസ് ഓഫീസർക്ക് ഈ വാടക കൊലയാളിയുമായി എന്ത് ബന്ധം? അവന്റെ ടെലിഫോൺ നമ്പർ നിങ്ങളുടെ ബുക്കിൽ വരാൻ കാരണം? ആ കൊലയാളി നടത്തിയ സ്ഫോടനത്തിൽ നിങ്ങൾക്ക് എന്താണ് പങ്ക്? ആ സ്ഫോടനത്തിന് കാരണക്കാരനായ പൂഴിമറ്റം തോമസ് നിങ്ങളുടെ ആരാണ്? ഇതിനൊക്കെ നിങ്ങൾ മറുപടി പറഞ്ഞേ മതിയാവും മിസ്റ്റർ പ്രസാദ്. ഒരു പ്രയോജനവുമില്ലാത്ത ഡിഫൻസിൽ തൂങ്ങിപ്പിടിച്ച് നിൽക്കാൻ ശ്രമിക്കണ്ട. രക്ഷപ്പെടാൻ ഒരു പഴുതുപോലും ബാക്കിയില്ല. ഇനിയെങ്കിലും സത്യം പറയാനുള്ള കറേജ് നിങ്ങൾ കാണിക്കണം. പ്ലീസ്, യു ഹാവ് നോ മോർ ലൂപ്പ് ഹോൾസ്. യു ആർ ഫിനിഷ്ഡ് ഫോർ എവർ മിസ്റ്റർ ഹരിപ്രസാദ്. മേ ഐ കൺക്ലൂഡ് നൗ? പൂഴിമറ്റം തോമസിന്റെ പ്രവൃത്തികളിൽ സൈലന്റ് പാർട്ട്ണർ ആയിരുന്നു ഹരിപ്രസാദ് എന്നുള്ളത് പലർക്കും അജ്ഞാതമായിരുന്നു. ഇവൻ പറയുന്നതുവരെ എനിക്കും. ജോണിന്റെ റിപ്പോർട്ട് പുറത്തു വന്നാൽ തോമസിനോടൊപ്പം തന്റെയും അവസാനമായിരിക്കുമെന്നറിയാവുന്ന ഹരിപ്രസാദിന്റെ ബുദ്ധി ഉദിച്ച ഗൂഢാലോചനയുടെ ഫലമാണ് ഈ സ്ഫോടനം. വരാത്ത ഫോൺ കോളിന്റെ പേര് പറഞ്ഞ് ജോണിനെ കുരുക്കി. ഒപ്പം നാമാവശേഷമായി തീർന്ന മാധവൻ ശക്തമായ ഒരു പുകമറയായി. ഒരു വെടിക്ക് 2 പക്ഷി.
മുൻ പരിചയത്തിലുള്ള കില്ലർ ബോസിനെ പെൺവേഷം കെട്ടിച്ചു. തുടർന്ന് അന്വേഷകരെ തെറ്റിദ്ധരിപ്പിക്കാൻ ക്യാമറയും ഉപേക്ഷിച്ചു. വെരി വെരി ഇന്റലിജന്റ് വേർ യു മിസ്റ്റർ ഹരിപ്രസാദ്, ബട്ട് യു നെവർ എവർ റിയലൈസ്ഡ് ദ പവർ ഓഫ് ട്രൂത്ത്. ഏത് ഗർത്തത്തിൽ ഇതിനെ മൂടി ഒളിപ്പിച്ചാലും അത് പുറത്തു വരും, വന്നേ തീരൂ. ദാറ്റ് ഇസ് എ കോസ്മിക് ലോ. യുവർ ഓണർ, വളരെ പ്രതീക്ഷയുടെ SIT ഏൽപ്പിച്ച ഈ അന്വേഷണം തികഞ്ഞ ആത്മാർത്ഥതയോടെ പൂർത്തിയാക്കാൻ കഴിഞ്ഞു എന്നുള്ള വിശ്വാസത്തോടെ ഐ റിക്വസ്റ്റ് യുവർ ലോർഡ്ഷിപ്പ് ടു ടേക്ക് ഇറ്റ്സ് ഓൺ ആക്ഷൻ. യെസ്. അടുത്ത ജന്മമെങ്കിലും തൊലിക്ക് പുറത്തല്ല, ഉള്ളിൽ ഒരല്പം മനുഷ്യത്വമുള്ളവനായി ജനിക്കാൻ ജഗദീശ്വരനോട് പ്രാർത്ഥിക്കുക. ഗുഡ് ലക്ക്.